ഭർത്താവിന്റെ മുഖം കണ്ടാൽ മാത്രം വരുന്ന പ്രത്യേക തരം വയ്യായും കഷ്ടപ്പാടാണ് ആ മുഖത്ത് കാണുന്നത്. എലി പുന്നല് കണ്ട പോലെ ഒരു വളിച്ച ചിരി വെച്ച് ഞാൻ എങ്ങോട്ടാന്നല്ലേ, ഒരു നിവർത്തിയില്ലാത്തോണ്ട് പ്ലാസ്റ്റർ ഇട്ട കാലം കൊണ്ട് ജോലിയുടെ ഭാഗമായിട്ട് ഒന്ന് പുറത്തു പോവാണ് ഗൈസ്. മഴ വന്നാൽ തല നനയാണ്ട് രക്ഷപ്പെടുന്ന പോലെ തന്നെ കാലും കൂടി നനയാണ്ട് രക്ഷപ്പെടാൻ വേണ്ടിയുള്ള കംപ്ലീറ്റ് സാമഗ്രികളും വെച്ച് ഞാൻ വണ്ടി അടച്ചു. നേരത്തെ കണ്ട ചിരിയുടെ അതേ ബാക്കി ഇപ്പോഴും മുഖത്തുണ്ട്. ഗ്ലാമർ കൂട്ടാനാൻ തോന്നുമെങ്കിലും കണ്ണിന്റെ പ്രൊട്ടക്ഷന് വേണ്ടി കൂളിംഗ് ഗ്ലാസും. ദൈവങ്ങളെല്ലാം മനസ്സിൽ ധ്യാനിച്ച് റോട്ടി കിടത്തല്ലേ വികലാംഗനാണ് എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വണ്ടി സ്റ്റാർട്ട് ചെയ്തു. ഇന്ന് ഞാൻ കെട്ടിമറിഞ്ഞ് വീണാലും എന്റെ ഓലിക്ക് ഒന്നും സംഭവിക്കില്ല. കാരണം ടെമ്പററി ക്രാഷ് ഗാർഡ് ഞാൻ ഫിറ്റ് ചെയ്തിട്ടുണ്ട്. എന്റെ റൈറ്റ് ലെഗ് അനങ്ങില്ല അവിടുന്ന്. അങ്ങനെ ആദ്യത്തെ സ്പോട്ട് എത്തി മെല്ലെ അരിച്ചേരിച്ച് ഞാൻ ഹോസ്പിറ്റലിന്റെ ഉള്ളിലേക്ക്. 1-2 ആഴ്ച ലീവ് ഉള്ളതുകൊണ്ട് തന്നെ പോകുന്ന വഴിക്ക് ഒരു ഡോക്ടറെ കണ്ടിട്ട് കാര്യം പറഞ്ഞേക്കാന്നായി ഞാൻ. ഇന്നത്തെ യാത്ര കംപ്ലീറ്റ് ചെയ്യുമ്പോഴേക്കും എന്റെ കാലിന്റെ കാര്യം ഒരു തീരുമാനമാണെന്ന് ഞാൻ റിയലൈസ് ചെയ്തുട്ടാ. കാല അനക്കാണ്ട് വെച്ചുകൊണ്ടായിരുന്നു നല്ല കഴപ്പ്. അവിടുന്ന് നേരെ ഡിസ്ട്രിബ്യൂട്ടറിൽ പോയിട്ട് ബില്ലടിച്ചിട്ട് അടുത്ത ഹോസ്പിറ്റലിലേക്ക്. ഞൊണ്ടി വന്നതിന്റെ ഫസ്റ്റ് കൺസിഡറേഷൻ ഇരിക്കൂട്ടോ എന്ന് നഴ്സുമാര്. പ്രിയപ്പെട്ടവരുടെ മുമ്പിൽ എപ്പോഴും അവൈലബിൾ ആയാൽ നമുക്കൊരു വാല്യൂ ഉണ്ടാവില്ല എന്ന് പറയില്ലേ, സത്യമാട്ടത്. ഡെയിലി സ്കൂട്ടർ എടുത്ത് പോകുമ്പോൾ കിട്ടാത്ത ഫീലാണ് എനിക്ക് ഇന്ന് ഒരുപാട് നാളുകൾക്ക് ശേഷം ഇതിന്റെ പുറത്ത് കയറിയപ്പോൾ കിട്ടിയത്. അവിടുന്ന് പിന്നെ നേരെ വിട്ടത് എങ്ങോട്ടായിരിക്കും? അതേന്ന് ചായ കുടിക്കാൻ തന്നെ ഞാൻ ഇന്ന് ഇറങ്ങിയതേ അതിനല്ലേ. എന്റെ അഭിനയം ബോറാന്ന് പറയുന്നതോടെ എനിക്ക് ഒന്നേ പറയാനുള്ളൂ, കളിയാക്കാൻ മാത്രം അറിയാവുന്ന പൂർ ഇന്ത്യൻ. അങ്ങനെ യാത്രയൊക്കെ കഴിഞ്ഞ് വളരെ സേഫ് ആയിട്ട് ഞാനും വണ്ടി വീട്ടിലെത്തിയിട്ടുണ്ട്. KSEB-കാരെ നല്ല പുച്ഛിച്ച് വീഡിയോ ഇട്ടു. ഇന്നോട്ട് അവരെന്നെ പുച്ഛിച്ചു തുടങ്ങി. കറണ്ട് ഇല്ല മക്കളെ. അങ്ങനെ സ്കൂളിൽ പോയി എന്റെ സന്തതി തിരിച്ചു വന്നോണ്ടിരിക്കുകയാണ് ഗൈസ്. മാനാർമത്തയില് വാണി വിശ്വനാഥ് കിണറ്റി നോക്കി നിൽക്കണ പോലെ എന്റെ മോള് നിൽക്കണണ്ട. നല്ലോണം ആഴമുണ്ടോ? ആഴം ഞാൻ ചാടി നോക്കിയിട്ടില്ല, ചാടി നോക്കിട്ട് അറിയിക്കാം. പറഞ്ഞത് വെറുതെ കേട്ടോ, സം കിളി ഈസ് മിസ്സിങ്. എനിക്ക് അങ്ങനെ തോന്നി. അങ്ങനെ ചായ കിട്ട് കുടിച്ച് ഭാര്യയെ കൊണ്ടുവരാനായിട്ട് നേരെ സലൂണിന്റെ മുമ്പിലേക്ക്. കുറവില്ലാത്തൊരു നേരം പോസ്റ്റ് കിട്ടിയോണ്ട് തന്നെ സറൗണ്ടിങ്സ് ഒന്ന് നിരീക്ഷിച്ചേക്കാന്ന് കരുതി. കണ്ണൊന്ന് പാളിപ്പോ കണ്ടത് ശ്രീലക്ഷ്മി തിയേറ്റർ. എത്ര നാളായി ഒരു സിനിമയ്ക്കൊക്കെ പോയിട്ടുണ്ടായി. പിന്നീട് ഒരു സൈഡിൽ നോക്കിയ അപ്പൂസിന്റെ ബോറടി, മറു സൈഡിൽ നോക്കിയ എന്റെ ബോറടി. മടുത്ത്. അപ്പന്റെ ബോറടി മാറ്റാൻ ആഫ്രിക്കൻ ഗോത്രങ്ങളിൽ കണ്ടുവന്നൊരു പ്രത്യേക തരം ട്രൈബൽ ഡാൻസ് കാണിക്കാന്നായി അപ്പൂസ്. സലൂണിന്റെ പേരിന്റെ ബ്യൂട്ടി ഒന്ന് സൂം ചെയ്തപ്പോ ദേ വരുന്നു എന്റെ ബ്യൂട്ടി. ഭർത്താവിന്റെ മുഖം കണ്ടാൽ മാത്രം വരുന്ന പ്രത്യേക തരം വയ്യായും കഷ്ടപ്പാടാണ് ആ മുഖത്ത് കാണുന്നത്. ഈ ഒരു കഷ്ടപ്പാടിന് ഞാൻ വലിയ വില കൊടുക്കേണ്ടി വരും. എന്റെ പേഴ്സ് കാലിയാവുന്ന കാര്യം തീർച്ച. അപ്പൊ ടാറ്റ ബൈ, സീ യു.